നമസ്കാരം. നവകേരള സദസ്സ് കഴിഞ്ഞെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന് രോഗം മൂർച്ഛിച്ചതായി റിപ്പോർട്ടുകൾ പുറത്ത്. ഏറെ ദിവസങ്ങൾ നീണ്ടുനിന്ന നവകേരള യാത്രയ്ക്ക് ശേഷം മുഖ്യമന്ത്രി കൂടുതൽ ക്ഷീണിതനായി എന്നാണ് പുറത്തുവരുന്ന വാർത്ത. ഏറെ നാളുകളായി അർബുദ രോഗബാധിതനായി വിദേശത്ത് വിദഗ്ധ ചികിത്സയിൽ കഴിയുന്ന മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ അലച്ചിലുകൾ രോഗാവസ്ഥയെ പ്രതികൂലമായി ബാധിച്ചു എന്നാണ് ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്നും അറിയാനാവുന്നത്. അതിനാൽ തന്നെ ഇനി കാറിലുള്ള യാത്രകൾ പോലും ദുസ്സഹമാവും. അതുകൊണ്ട് മുഖ്യമന്ത്രിക്കായി എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ അത്യാഡംബര കാരവാൻ വാങ്ങാനാണ് തീരുമാനം. ക്രമസമാധാന ചുമതലയുള്ള ADGP AR അജിത് കുമാറാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. യാത്രാ സമയത്ത് ഔദ്യോഗിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയന് കാരവാൻ സൗകര്യം ഒരുക്കണമെന്നാണ് അജിത് കുമാർ ആവശ്യപ്പെട്ടത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് സഞ്ചരിക്കുന്ന ഓഫീസ് സൗകര്യമൊരുക്കാൻ കാരവാന് സാധിക്കും. 2-3 സ്റ്റാഫിനൊപ്പം സഞ്ചരിക്കാവുന്ന വീഡിയോ കോൺഫറൻസിംഗ് സൗകര്യമുള്ള വാഹനമാണ് അഭികാമ്യമെന്നും അജിത് കുമാർ പറഞ്ഞു. 2-3 സ്റ്റാഫിനു കൂടി അദ്ദേഹത്തിനൊപ്പം യാത്ര ചെയ്യാൻ കഴിയുന്ന തരത്തിൽ സംവിധാനം ഒരുക്കുമ്പോൾ മുഖ്യന്റെ ആരോഗ്യനില കണക്കിലെടുത്തുകൊണ്ട് ഒരു ഡോക്ടറുടെ സേവനം കൂടി ഇതിനോടൊപ്പം ഉറപ്പുവരുത്താനുള്ള നീക്കവുമുണ്ട്. എന്നാൽ ആരോഗ്യനില കൂടുതൽ ഗുരുതരമായി തുടർന്നാൽ വിദഗ്ധ ചികിത്സയ്ക്കായി വിദേശത്തേക്ക് തന്നെ പറക്കേണ്ടതായി വരും. പക്ഷേ എല്ലാ തവണത്തെയും പോലെ വിദേശത്തിരുന്നു കൊണ്ട് കേരളം ഭരിക്കാമെന്നുള്ള മുഖ്യന്റെ വ്യാമോഹം നടക്കില്ല. കാരണം കേരളത്തിന്റെ ക്രമസമാധാന നില നാൾക്ക് നാളെന്നോണം വഷളായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യം പ്രശ്നങ്ങൾ രൂക്ഷമാക്കും. അതുകൊണ്ട് തന്നെ ആരോഗ്യസ്ഥിതി അനുവദിക്കാതെ വന്നാൽ മുഖ്യമന്ത്രി രാജി സമർപ്പിക്കുക എന്നതാണ് പുറത്തുവരുന്ന വാർത്ത. പകരം MV ഗോവിന്ദൻ മുഖ്യമന്ത്രി കസേരയിലേക്ക് വരുമെന്നും ശ്രുതി പരക്കുന്നുണ്ട്. ഇന്നത്തെ അവസ്ഥയിൽ പിണറായി വിജയൻ കേരളത്തിൽ തുടർന്നാൽ ലാവ്ലിൻ മുതൽ മാസപ്പടി വരെ നീണ്ടു നിൽക്കുന്ന ഏതെങ്കിലും ഒരു കേസിൽ മുഖ്യമന്ത്രിയും കുടുംബവും അകത്താകുമെന്ന് ഏകദേശം ഉറപ്പാണ്. അങ്ങനെ ഒരു അവസ്ഥ വരും മുൻപ് തന്നെ കട്ട് സമ്പാദിച്ചതെല്ലാം എടുത്തുകൊണ്ട് രാജ്യം തന്നെ വിടാനുള്ള നീക്കത്തിലാണ് പിണറായി വിജയനും കുടുംബവും. അതിനാൽ രാജി ഏറെ വൈകിയേക്കില്ലെന്നാണ് സൂചന. മുഖ്യമന്ത്രിയും പരിവാരങ്ങളും കേരളം ചുറ്റാൻ ഉപയോഗിച്ച നവകേരള ബസ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. കേരള ബസിന്റെ ഔദ്യോഗിക സമാപനം കഴിഞ്ഞ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാരും മടങ്ങിയത് ഔദ്യോഗിക വാഹനങ്ങളിലാണ്. 36 ദിവസം നീണ്ടുനിന്ന നവകേരള യാത്ര സമാപിച്ചതിനു പിന്നാലെ വീണ്ടും മുഖ്യമന്ത്രി ഭരണകാര്യങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. എന്നാൽ കാനം രാജേന്ദ്രൻ മരിച്ചതിനെ തുടർന്ന് മാറ്റിവെച്ച എറണാകുളം ജില്ലയിലെ പ്രചരണം ജനുവരി 1-2 തീയതികളിലായി നടക്കുന്നുണ്ട്. അതിനുശേഷമാവും രാജി സംബന്ധിച്ച് കൂടുതൽ തീരുമാനങ്ങൾ എടുക്കുക. അതേസമയം രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യത്തെ 2.5 വർഷം പിന്നിട്ടതോടെ മന്ത്രിസഭയിലേക്ക് KB ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും കൂടി എത്തുകയാണ്. LDFിലെ മുൻധാരണ പ്രകാരമാണ് 2.5 വർഷത്തിന് ശേഷമുള്ള മന്ത്രിസഭാ പുനഃസംഘടന. ഗണേഷ് കുമാറിന് ഗതാഗതവും കടന്നപ്പള്ളിക്ക് തുറമുഖ വകുപ്പുമാണ് ലഭിക്കുക. ഗണേഷ് കുമാറിന് സിനിമാ വകുപ്പ് കൂടി ലഭിക്കണമെന്ന് കേരള കോൺഗ്രസ് B ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം കോൺഗ്രസ് ഗണേഷ് കുമാറിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയെ അപമാനിച്ച വ്യക്തിയാണ് KB ഗണേഷ് കുമാർ. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടി സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിക്കുകയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. KB ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് മുഖ്യമന്ത്രിയും LDFും പിന്മാറണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുന്നറിയിപ്പ് നൽകി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചതിന് ഗണേഷിനെതിരെ കേസുണ്ട് എന്നും VD സതീശൻ ചൂണ്ടിക്കാട്ടി. ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്താൻ വലിയ ഗൂഢാലോചന നടന്നുവെന്ന് CBIയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ് എന്നും ആ ഗൂഢാലോചനയിലെ മുഖ്യ പങ്കാളിയാണ് ഗണേശൻ എന്നും VD സതീശൻ പറഞ്ഞു. കേരളത്തിന്റെ ഹൃദയത്തിലുള്ള ഉമ്മൻചാണ്ടിയെ അപമാനിക്കാനുള്ള ശ്രമത്തിൽ പങ്കാളിയായ KB ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കുന്നതിലൂടെ അധികാരത്തിലെത്തിയതിന് പിണറായി വിജയൻ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. സംസ്ഥാനത്ത് 100 കണക്കിന് കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, KSU പ്രവർത്തകർ മർദ്ദനമേറ്റ് ആശുപത്രിയിലാണ്. സാഹചര്യത്തിൽ പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ UDF ബഹിഷ്കരിക്കുകയാണെന്നാണ് VD സതീശൻ വ്യക്തമാക്കിയത്.